അടുത്ത ബയോമോളിക്യൂളാണ് പ്രോട്ടീൻസ്. അപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ഡയറ്റിൻ്റെ തന്നെ ഒരു മെയിൻ സോഴ്സാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ഭക്ഷണത്തിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു ബയോമോളിക്യൂളാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിൻ സോഴ്സ് ഏതൊക്കെയാണ്? മിൽക്ക്, ചീസ്, പൾസസ്, പീനട്ട്സ്, മീറ്റ്, ഫിഷ് ഒക്കെ പ്രോട്ടീനിൻ്റെ ഒരു മെയിൻ സോഴ്സാണ്. അപ്പോൾ ഈ പ്രോട്ടീൻസ് എന്നുള്ള ഈ ഒരു വേർഡ്, പ്രോട്ടീൻ എന്നുള്ള ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് പ്രോട്ടിയോസ് എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. പ്രോട്ടിയോസ് എന്ന് പറയുന്ന ഈ ഗ്രീക്ക് വേർഡിൽ നിന്നാണ് പ്രോട്ടീൻ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. പ്രോട്ടിയോസ് എന്നുള്ള വേർഡിൻ്റെ അർത്ഥം പ്രൈമറി എന്നാണ്. പ്രൈം ഇമ്പോർട്ടൻസ് ഉള്ള, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബയോമോളിക്യൂളാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി എന്നുള്ള അർത്ഥം വരുന്ന ഗ്രീക്ക് വേർഡായിട്ടുള്ള പ്രോട്ടിയോസിൽ നിന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്ന ഈ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ദേ ആർ ദ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്. അമിനോ ആസിഡിൻ്റെ ഒരു പോളിമറാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അമിനോ ഗ്രൂപ്പും ആസിഡ് ഗ്രൂപ്പും കൂടിയിട്ട് ഉള്ള ക്ലാസ് ഓഫ് മോളിക്യൂൾസ് ആണ് അമിനോ ആസിഡ്. അമിനോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ NH2 ഗ്രൂപ്പും അതുപോലെ തന്നെ ആസിഡ്, ഓർഗാനിക് ആസിഡ് COOH ഗ്രൂപ്പാണല്ലോ. അപ്പോൾ COOH ഗ്രൂപ്പും ഒരു മോളിക്യൂളിൽ തന്നെ വരികയാണെങ്കിൽ അത്തരം കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ അമിനോ ആസിഡ്സ് എന്ന് പറയുക. ഇങ്ങനെയുള്ള അമിനോ ആസിഡുകളുടെ ഒരു പോളിമറാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻസിനെ ജനറലായിട്ട് ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ കാണിക്കാം. RCH COOH NH2. അപ്പോൾ ഈ R എന്ന് പറയുന്ന ഈ ഗ്രൂപ്പ് പലതാവാം. അപ്പോൾ ഈ R ഗ്രൂപ്പ് മാറുന്നതിനനുസരിച്ചിട്ട് പലതരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ഈ R എന്നുള്ള സ്ഥാനത്ത് ഇവിടെ ഹൈഡ്രജൻ വരികയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്താണ് ഫസ്റ്റ് പ്രോട്ടീൻ നമുക്ക് കിട്ടും. ഇതിനെയാണ് നമ്മൾ ഗ്ലൈസീൻ എന്ന് പറയുക. ഓക്കെ, ഗ്ലൈസീനെ നമ്മൾ GLY എന്നുള്ള ഒരു 3 ലെറ്റർ കോഡ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ G എന്നുള്ള ഒരു സിംഗിൾ ലെറ്റർ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ അതായത് ഈ R ഗ്രൂപ്പ്, ഇവിടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ R ഗ്രൂപ്പ് വേരി ചെയ്യണതിനനുസരിച്ചിട്ട് പലതരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ ഓൾമോസ്റ്റ് 20 പ്രോട്ടീൻസ് ആണ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോട്ടീൻസൊക്കെ കോമൺ ആയിട്ടുള്ള ട്രിവിയൽ നെയിംസിലാണ് അറിയപ്പെടുന്നത്. അപ്പം അതിൻ്റെ സോഴ്സ് ഏതാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള സാധാരണ നമുക്ക് അറിയാം ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ നമ്മൾ IUPAC ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി നോംസ് അനുസരിച്ചിട്ടാണ് നമ്മൾ അതിനെ പേര് കൊടുക്കൽ. പക്ഷേ ഈ പ്രോട്ടീൻസ് ഒക്കെ അതിൻ്റെ കോമൺ നെയിം അല്ലെങ്കിൽ ട്രിവിയൽ നെയിംസിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ കോമൺ നെയിമിൽ അറിയപ്പെടാനുള്ള കാരണം അതിൻ്റെ ഏത് സോഴ്സാണ് എന്നുള്ളതിനെ, അതായത് എവിടെ നിന്നാണ് ആ പ്രോട്ടീൻ ജനറേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഏതാണ് ആ പ്രോട്ടീനിൻ്റെ സോഴ്സ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ആ ട്രിവിയൽ നെയിമിലാണ് അത് അറിയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, ഗ്ലൈസീൻ എന്ന് പറയുന്ന ഈ പ്രോട്ടീനിന് ഈ പേര് വരാനുള്ള കാരണം ഗ്ലൈസീൻ എന്നുള്ള ഈ വേർഡിൻ്റെ അർത്ഥം, ഗ്ലൈസിയോ എന്നുള്ള ഈ വേർഡിൻ്റെ അർത്ഥം വരുന്നത് ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം സ്വീറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ സ്വീറ്റ് എന്നുള്ള ഈ മീനിങ് വരുന്ന ഗ്രീക്ക് വേർഡ് മീനിങ് വരുന്നതിൽ നിന്നാണ് എന്താ ഗ്ലൈസീൻ എന്നുള്ള പേര് വന്നത്. അതുപോലെ വേറൊരു പ്രോട്ടീനാണ് ടൈറോസിൻ. ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ടൈറോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അതിൻ്റെ മീനിങ് എന്താണ്? ചീസ് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അത് ചീസിലുള്ള പ്രോട്ടീനാണ്. അപ്പോൾ അതിൻ്റെ സോഴ്സിനെ കാണിക്കുന്ന കോമൺ അല്ലെങ്കിൽ ട്രിവിയൽ നെയിമിലാണ് ഈ പ്രോട്ടീൻസ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രോട്ടീൻസിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യണത് അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യണത് 3 ലെറ്റർ കോഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് 3 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ 3 ലെറ്റർ കോഡ് വഴിയാണ് പ്രോട്ടീൻസിനെ നമ്മൾ എഴുതുന്നത്, റെപ്രസെൻ്റ് ചെയ്യണത്. അതുപോലെ തന്നെ സിംഗിൾ ലെറ്റർ കോഡ് വഴിയും അതിനെ റെപ്രസെൻ്റ് ചെയ്യലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ R എന്ന് പറയുന്നത് H ആണെങ്കിൽ ഗ്ലൈസീൻ എന്നാണ് അതിൻ്റെ, ഗ്ലൈസീൻ ആണ്, GLY ആണ് അതിൻ്റെ 3 ലെറ്റർ കോഡ്, G എന്നുള്ള സിംഗിൾ ലെറ്റർ വഴിയും അതിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഈ Rൻ്റെ സ്ഥാനത്ത് CH3 വരികയാണെങ്കിൽ അടുത്ത പ്രോട്ടീൻ അലാനിൻ എന്ന് പറയുന്ന അടുത്ത പ്രോട്ടീൻ കിട്ടും. ALA എന്നതാണ് അതിൻ്റെ എന്താ പറയുക 3 ലെറ്റർ കോഡ്, അല്ലെങ്കിൽ സിംപ്ലി A എന്നും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യലുണ്ട്. അതുപോലെ തന്നെ ഈ Rൻ്റെ സ്ഥാനത്ത് C6H5Cl2 C6H5CH2 എന്നുള്ള ഈ ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്തിരുന്നത്
അറ്റാച്ച് ചെയ്തത് എങ്കിൽ അതിനെയാണ് നമ്മൾ ഫിനൈൽ അലാനിൻ എന്ന് പറയുക. ഫിനൈൽ അലാനിൻ അതായത് ഈ അലാനിലത്തെ ഒരു ഹൈഡ്രജൻ മാറിയിട്ട് അവിടേക്ക് ഒരു ഫിനൈൽ ഗ്രൂപ്പ് വന്നു, അതുകൊണ്ടാണ് ഫിനൈൽ അലാനിൻ എന്ന് പറഞ്ഞത്. അതിനെ PHE എന്നുള്ള 3 ലെറ്റർ കോഡ് വഴിയും F എന്നാണ് അതിൻ്റെ സിംഗിൾ ലെറ്റർ കോഡ്. ഇനി അതുപോലെ തന്നെ ഇവിടെ ഈ ആറിൻ്റെ സ്ഥാനത്ത് SHCH2, അതായത് ഈ C6H5 മാറിയിട്ട് ഇവിടെ എന്ത് വന്നു? SH വന്നു. OH നമ്മൾ അറിയാം. അതുപോലെ തന്നെ SH ഗ്രൂപ്പ് വരികയാണെങ്കിൽ അതിനെയാണ് സിസ്റ്റീൻ എന്ന് പറയുക. CYS ആണ് അതിൻ്റെ 3 ലെറ്റർ കോഡ്, അല്ലെങ്കിൽ C എന്നുള്ള സിംഗിൾ ലെറ്റർ ഉപയോഗിച്ചിട്ടും ഡിനോട്ട് ചെയ്യും. ഇതേപോലെ തന്നെ ട്രിപ്റ്റോഫാൻ, അതുപോലെ കുറേ തരത്തിലുള്ള പ്രോട്ടീൻസ് ഉണ്ട്. നമ്മുടെ ശരീരത്തിൽ 20 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ആർ ഐഡൻറ്റിഫൈഡ്. അപ്പോൾ ആ 20 ടൈപ്പ് വരുന്നത് ഇതിലുള്ള ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ടാണ്.